നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന മാർച്ച് മാസത്തിലെ ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര കന്നിക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെ സൂചിപ്പിക്കാനിട വരും. നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം വരിച്ചാൽ വളരെ സന്തോഷം. അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം. എന്തായാലും കന്നിക്കൂറുകാർക്ക് 15-ാം തീയതി വരെ സൂര്യൻ 6-ലാണ്, അതിനുശേഷം 7-ലേക്ക് വരും. 6-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ 7-ലേക്ക് വരുന്ന സൂര്യൻ അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത്. 6-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ശത്രു, ദുഃഖ, രോഗശമനം, ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളിൽ നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ ദുഃഖ ദുരിതങ്ങളിൽ നിന്നൊക്കെ മോചനം വന്നു ചേരുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ ആ രോഗങ്ങൾക്ക് ശമനം വന്നു ചേരുന്ന നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള നല്ല ഫലത്തെയാണ് 6-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ 15-ാം തീയതിക്ക് ശേഷം 7-ലേക്ക് വരുമ്പോൾ വഴി നടക്കല, അലച്ചിലുണ്ടാവുക, അതേപോലെ തന്നെ ഉദരവ്യാധി വന്നു ചേരുക. ഉദരവ്യാധി എന്ന് പറയുന്നത് വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ. അപ്പൊ ഈ വൈറസ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങൾ നമ്മളിലേക്ക് വരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കി ശുദ്ധമായിട്ടും വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ച് കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഈ മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുക. 10-ലാണ് ചൊവ്വ. 10-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. പല വിധത്തിലും ദ്രവ്യലാഭം ഉണ്ടാവുക, കർമ്മസിദ്ധി ഉണ്ടാവുക, ധനലാഭം ഉണ്ടാവുക, നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഫലമാണ്. ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുന്ന നല്ല ഫലം. പ്രത്യേകിച്ചും ഈ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടായതുകൊണ്ട് തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കുന്ന ഫലത്തെയാണ് 10-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ കൃഷി ചെയ്യുന്നവർക്കും വളരെ നല്ല രീതിയിൽ തന്നെ അനുഭവം ഉണ്ടാവുക, ധനലാഭം ഉണ്ടാവുക. ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. 7-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലം വിചാരിക്കാതെ തന്നെ പലരോടും കലഹം വന്നു ചേരുക. കലഹം ഉണ്ടാവുന്നത് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉള്ള സമാധാനവും കൂടി ഇങ്ങോട്ട് പോകും. അപ്പോൾ ഒരു പരിധിവരെ ഈ കലഹം ഉണ്ടാവുന്നത് തന്നെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. എന്തായാലും ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലാണ് വ്യാഴസ്ഥിതി. അത് വളരെയേറെ നല്ല ഫലങ്ങളെ സൂചിപ്പിക്കുന്നു. നമ്മളിലേക്ക് ആഗ്രഹിക്കുന്നതായിട്ടുള്ള പലവിധ സൗഭാഗ്യങ്ങൾ വന്നു ചേരുക, കുടുംബ സുഖം അനുഭവവേദ്യമായിട്ട് വരിക, സന്താന സുഖം അനുഭവവേദ്യമായിട്ട് വരിക, ഭാര്യ ഭർത്തൃ സുഖം അനുഭവവേദ്യമായിട്ട് വരിക. അതായത് പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക. ഓരോ കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ള ആത്മധൈര്യം വന്നു ചേരുക, ആജ്ഞാസിദ്ധി വന്നു ചേരുക, കർമ്മസിദ്ധി വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക. ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഫലമാണ് 9-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട്. അപ്പോൾ 9-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് കന്നിക്കൂറുകാർക്ക് പൊതുവെ ഒരു ദൈവാധീനമുള്ള കാലയളവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 7-ലാണ് ശുക്രൻ. 7-ൽ നിൽക്കുന്ന ശുക്രനും കലഹത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ 7-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള കലഹം എന്ന മോശഫലത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചോരാനിഗ്ര ഭഗവതിയാണ് ആരാധിക്കേണ്ടത്, ദുർഗാ ഭഗവതിയാണ് ആരാധിക്കേണ്ടത്. ഈ മാർച്ച് മാസത്തിന്റെ ഒരു പ്രത്യേകത ശനിക്ക് രാശിമാറ്റം ഉണ്ടെന്നുള്ളതാണ്. പൊതുവെ എല്ലാവർക്കും ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. മാർച്ച് 29-ാം തീയതിയാണ് ശനിക്ക് രാശിമാറ്റം സംഭവിക്കുന്നത്. ഒരു രാശിയിൽ ശനി നിൽക്കുന്നത് 2.5 വർഷ കാലയളവാണ്. കന്നിക്കൂറുകാർക്ക് 29-ാം തീയതി വരെ ശനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള സ്ഥാനമായിട്ടുള്ള 6-ലാണ് ശനി നിൽക്കുന്നത്. ഫലത്തെ സൂചിപ്പിക്കുന്നത് ശത്രുനാശം, രോഗശാന്തി, ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളിൽ നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ രോഗദുരിതങ്ങളില്ലാതെയാകുന്ന നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് 29-ാം തീയതി വരെ. എങ്കിൽ 7-ലേക്ക് വരുന്നത് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. കണ്ടകശനി സ്ഥാനമാണ് എന്ന് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ മോശഫലങ്ങളെ നമുക്ക് ഇല്ലാതാക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 7-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ വിവാഹ, മദനാലോക, ഭാര്യ ഭർത്തൃ സമാഗമ, ശയ്യാസ്ത്രീ, നഷ്ടാർത്ഥ, മൈഥുനാനവിസപ്തമാൻ. ഇത് കൂടാതെ 7-ൽ നിൽക്കുന്നതായിട്ടുള്ള ശനിയെ കൊണ്ട് പ്രത്യേകിച്ചും പറയുന്നത് ദുർജന സംസർഗം വന്നു ചേരുക, ദൂരദേശയാത്ര വന്നു ചേരുക. ദുർജന സംസർഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ടിട വരിക. അപ്പൊ ചേരാത്തവരുമായിട്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫലമല്ലല്ലോ, നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ എന്ന് വന്നു ചേരുക.
അപ്പൊ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം കന്നിക്കൂറുകാര് ഇപ്പൊ ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ലാണ് വ്യാഴം. അപ്പൊ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും പ്രത്യേകിച്ചും ബിസിനസ് പരമായിട്ടൊക്കെ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവര് വ്യാഴം 9-ലാണല്ലോ എന്ന് വിചാരിച്ച് വ്യാഴം 9-ൽ നിൽക്കുമ്പോൾ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എങ്കിൽ പോലും ഈ 7-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്തു കഴിഞ്ഞാൽ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കാനാണ് വരിക. അപ്പൊ ഈ കാര്യം പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നഷ്ടാർത്ഥം അങ്ങനെ പറയുന്നത്, നഷ്ടപ്പെട്ടു പോവുക പണം, അനാവശ്യമായിട്ട് തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക, അതൊന്നും നമ്മൾ ആരും ആഗ്രഹിക്കുന്ന കാര്യമല്ല. അതേപോലെ തന്നെ ദുർജനങ്ങളായിട്ടുള്ള സംസർഗം വന്നു ചേരുമ്പോഴോ നമുക്ക് വേണ്ടാത്ത ദുശീലങ്ങൾ വന്നു ചേരുവാനായിട്ടുള്ള ഒരു ഫലത്തെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ദുർജനങ്ങളായിട്ടുള്ള സംസർഗം, നമുക്ക് ചേരാത്തവരുമായിട്ടുള്ള സംസർഗം ഒഴിവാക്കേണ്ടതുണ്ട്. അങ്ങനെ ഒഴിവാക്കിയാൽ തന്നെ പലവിധ ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് അകന്ന് നിൽക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശനൈശ്വരായ നമ മഹാദേവനെ അയ്യപ്പസ്വാമിയും മനസ്സിലെത്തി പ്രാർത്ഥിക്കുക, പഞ്ചാക്ഷരം ജപിക്കുക, അടുത്തുള്ള ശിവക്ഷേത്രത്തിലും അയ്യപ്പന്റെ അമ്പലത്തിലും ഒക്കെ പോയി തൊഴുക. നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് ഒരുപാട് ചെയ്താൽ മതി. സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലെത്തി തൊഴുക. എന്തായാലും കുടുംബത്തിരുന്ന് നാമം ജപിക്കുവാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തുക. നേരത്തെ പറഞ്ഞതായിട്ടുള്ള ശനൈശ്വരായ നമ, അതേപോലെ തന്നെ പഞ്ചാക്ഷര നാമം ഇതൊക്കെ ജപിക്കുക. അപ്പൊ ഈ 7 നിൽക്കുന്നതായിട്ടുള്ള ശനിയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഒരു മോശഫലങ്ങളും നമ്മളിലേക്ക് വന്നു ചേരില്ല. മഹാദേവൻ തന്നെ നമ്മളെ കാത്തോളും, അയ്യപ്പസ്വാമി തന്നെ നമ്മളെ കാത്തോളും. അപ്പൊ 7-ലേക്ക് വരുന്ന ശനിയെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിച്ചത് എങ്കിൽ പോലും വ്യാഴം 9-ൽ നിൽക്കുന്നത് കന്നിക്കൂറുകാർക്ക് ദൈവാധീനമുള്ള കാലയളവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 7-ലേക്ക് വന്നൂലോ എന്ന് വിചാരിച്ചിട്ട് പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തായാലും കന്നിക്കൂറുകാരുടെ ഗ്രഹപീഠാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ, കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 1872 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 1872 എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, എനിക്ക് വളരെ വേണ്ടപ്പെട്ടതായിട്ടുള്ള എൻ്റെ ഗുരുസ്ഥാനീയനായിട്ടുള്ള ഒരു വ്യക്തി എനിക്ക് പറഞ്ഞു തന്നതായിട്ടുള്ള ഒരു ഉപായത്തെ ഞാൻ സൂചിപ്പിക്കുന്നു. പൊതുവെ എല്ലാവർക്കും വളരെയേറെ ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തന്നെ ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. ഇപ്പൊ 7-ലേക്ക് ശനി വന്നൂലോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാതിരിക്കാൻ സാധിക്കില്ലല്ലോ. നമ്മളുടെ ജോലിയൊക്കെ വൃത്തിയായിട്ട് ചെയ്യണം അല്ലേ. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു മാർഗം, ഇപ്പൊ നമുക്ക് നാളെ എന്തായാലും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, ഓരോരുത്തർക്കും ഉണ്ടാവും. അപ്പൊ അങ്ങനെ നാളെ ചെയ്യുവാനായിട്ടുള്ള കാര്യങ്ങൾ പൊതുവെ ആരും അത് എഴുതി വെക്കാറില്ല, മനസ്സിലേ ഉണ്ടാവുള്ളൂ. ഇന്നത് ചെയ്യാം, ഇന്നത് ചെയ്യാം. ചില കാര്യങ്ങൾ ചെയ്യും, ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ 6 കാര്യങ്ങൾ പ്രത്യേകിച്ച് എഴുതി വെക്കുക. അത് 7 കാര്യങ്ങളാവരുത്, 5 കാര്യങ്ങളും ആവരുത്, പ്രത്യേകിച്ചും 6 കാര്യങ്ങൾ എഴുതി വെക്കുക. അത് കൃത്യമായിട്ടുള്ളൊരു പേപ്പറിൽ എഴുതി വെക്കണം എന്നർത്ഥം. അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ രാത്രിയാകുമ്പോഴത്തേക്കും ഉറങ്ങാറാകുമ്പോഴത്തേക്കും പലപ്പോഴും ഈ 6 കാര്യങ്ങളിൽ പലതും നമുക്ക് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. ചിലപ്പോൾ 4 കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചെന്ന് വരുള്ളൂ, ചിലപ്പോൾ 3 കാര്യങ്ങളെ പറ്റിയെന്ന് വരുള്ളൂ. വീണ്ടും പിറ്റേ ദിവസത്തെ 6 കാര്യങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ വിട്ടുപോയതായിട്ടുള്ള, ചെയ്യാൻ സാധിക്കാതെ വന്നതായിട്ടുള്ള ആ 2 കാര്യങ്ങളും കൂടി അങ്ങോട്ട് കൂട്ടിച്ചേർക്കുക. അപ്പോൾ വീണ്ടും 6 കാര്യങ്ങളായി. അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാ ദിവസവും നാളെ ചെയ്യേണ്ടതായിട്ടുള്ള 6 കാര്യങ്ങൾ എഴുതി വെക്കുക. കൃത്യമായിട്ട് എഴുതി വെക്കണം, മനസ്സിൽ കരുതിയാൽ പോരാ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയേറെ ഗുണഫലങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നന്ദി, നമസ്കാരം.